ഒരു കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷനിങ്ങിന് ഏറ്റവും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളൊരു കമ്പോണൻ്റാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മദർ ബോർഡിനെ പറ്റിയാണ്. മദർ ബോർഡ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റഡ് അല്ലെങ്കിൽ ലാർജസ്റ്റ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിൻ കമ്പ്യൂട്ടറാണ്. മറ്റ് ബോർഡുകളുമുണ്ട്, അത് ഈ ഒരു പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിനെക്കാട്ടിലും ചെറുതായിരിക്കും ബാക്കി ബോർഡുകളെല്ലാം. ഇനി ഇതിന് ഈ ഒരു പേര് വരാൻ കാരണം വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് മദർ ബോർഡ്. എല്ലാ മെയിൻ കമ്പോണൻസും, ഒരു സിസ്റ്റത്തിലെ എല്ലാ മെയിൻ കമ്പോണൻസും, അതായത് CPU, RAM, ROM, ഇതെല്ലാം ഈ മദർ ബോർഡിലായിരിക്കും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് മദർ ബോർഡ് എന്ന പേര് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കമ്പോണൻസ് പല രീതിയിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില കമ്പോണൻസ്, ചില ICs ഇതിൽ സോൾഡർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ചിലത് ഇപ്പോൾ CPU ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു IC ആണ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടാണ്. അതൊരു സോക്കറ്റിലാണ് CPU പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചില കമ്പോണൻസ് ചെറിയ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡുകളിലായിട്ടായിരിക്കും ചില കമ്പോണൻസ് വരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മെമ്മറിയൊക്കെ നമ്മൾ ഇതിലുള്ള ചെറിയ എക്സ്പാൻഷൻ സ്ലോട്ടുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുമായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ പല രീതികളിലാണ് ഓരോ കമ്പോണൻറ്റും മദർ ബോർഡിൽ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോൾഡർ ചെയ്ത കമ്പോണൻസിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മദർ ബോർഡ് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരാം. സോക്കറ്റിലും എക്സ്പാൻഷൻ സ്ലോട്ടിലും ഉള്ള കമ്പോണൻസിന് കംപ്ലയിൻറ്റ് വന്നാൽ അത് നമുക്ക് ഊരി ആ ഒരു കമ്പോണൻറ്റിനെ മാത്രം റെക്ടിഫൈ ചെയ്ത് തിരിച്ച് മദർ ബോർഡിലേക്ക് വയ്ക്കാവുന്നതാണ്. ഇനി എക്സ്പാൻഷൻ സ്ലോട്ടുകളിലാണ് നമ്മളൊരു ബോർഡ് ഇടുന്നതെങ്കിൽ അങ്ങനത്തെ മദർ ബോർഡിലിടുന്ന ബോർഡുകളെ നമ്മൾ ഡോട്ടർ ബോർഡ്സ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മദർ ബോർഡിൻ്റെ മെയിൻ കമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. എക്സ്പാൻഷൻ സ്ലോട്ട്, CPU അല്ലെങ്കിൽ മെയിൻ പ്രോസസ്സർ, കോ പ്രോസസ്സർ, മെമ്മറി, ബയോസ്, ചിപ്സെറ്റ് ഓർ സപ്പോർട്ട് ചിപ്പ്, സൂപ്പർ IO ചിപ്പ്. ഇത്രയാണ് ഒരു മദർ ബോർഡിൻ്റെ ഉള്ളിലെ എല്ലാ കമ്പോണൻസുമായിട്ടുള്ള ഏറ്റവും മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഈ 7 എണ്ണമാണ്. ഇത് ഓരോന്നും മദർ ബോർഡിൽ എവിടെയാണ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്കൊരു ഫിഗറിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊരു ഫിഗറിലേക്ക് പോവാം. ഇതാണ് മദർ ബോർഡിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ആദ്യത്തെ കമ്പോണൻ്റ് എക്സ്പാൻഷൻ സ്ലോട്ട് ഏതാണെന്നുള്ളത് നോക്കാം. ഇത് ഈ വൈറ്റ് ആയിട്ട് കാണുന്ന പോർഷൻ, ഇത് മദർ ബോർഡിൻ്റെ ഉള്ളിൽ എക്സ്പാൻഷൻ സ്ലോട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ പോർഷൻ, നീളത്തിലുള്ള ഈ ബ്ലൂ പോർഷൻ, ഇതെല്ലാമാണ് മദർ ബോർഡിൻ്റെ ഉള്ളിലെ എക്സ്പാൻഷൻ സ്ലോട്ട് എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ സ്ലോട്ട് ആർ തിൻ ലോങ് കണക്ടേഴ്സ് വിത്തിൻ ദ മദർ ബോർഡ്. മദർ ബോർഡിലുള്ള തിന്നായിട്ടുള്ള കണക്ടേഴ്സാണ് എക്സ്പാൻഷൻ സ്ലോട്ട് എന്ന് പറയുന്നത്. ഈ എക്സ്പാൻഷൻ സ്ലോട്ടിലായിരിക്കും എക്സ്പാൻഷൻ കാർഡ്സ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ചെറിയ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡുകളൊക്കെ മദർ ബോർഡ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് എക്സ്പാൻഷൻ സ്ലോട്ടുകളാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിലുള്ള സ്ലോട്ട് നോക്കുവാണെങ്കിൽ ഇതിൽ നമുക്ക് എനി പെരിഫറൽ ഡിവൈസസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാർഡുകൾ നമുക്ക് എക്സ്പാൻഷൻ കാർഡുകൾ എന്നാണ് അതിന് പറയുന്നത്, അല്ലെങ്കിൽ ആഡ് ഓൺ കാർഡ്സ് എന്നൊക്കെ പറയും. അത് നമുക്കിതിൽ ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരെണ്ണമാണ് നമ്മുടെ മെമ്മറി. നമുക്കറിയാം ചെറിയൊരു ബോർഡായിട്ടാണ് വരുന്നത്. ഇതാണ് മെമ്മറിയുടെ ഒരു ബോർഡ്. ഈ മെമ്മറിയുടെ ഈ ചെറിയ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡും നമ്മൾ ഈ സ്ലോട്ടുകളിൽ, ഇത് മെമ്മറി ഫിക്സ് ചെയ്ത് വെക്കാനുള്ള മെമ്മറി എക്സ്പാൻഷൻ സ്ലോട്ടുകളാണ്. ഈ ഒരു സ്ലോട്ടിലാണ് മെമ്മറി ഫിക്സ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ ഈ ഒരു എക്സ്പാൻഷൻ സ്ലോട്ടിലേക്ക് ഒരു പുറത്തുനിന്നുള്ള, ഇതിപ്പം വലിയ മദർ ബോർഡ് എന്ന് പറയുന്നത് വലിയൊരു പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡാണ്. ഒരു ചെറിയ സർക്യൂട്ട് ബോർഡ് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കുമ്പം ദാറ്റ് ബോർഡ് വിൽ ബി ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദ മദർ ബോർഡ്. മദർ ബോർഡുമായിട്ട് അതിനൊരു ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതായത് മദർ ബോർഡിലെ ഡേറ്റാ ബസ്സിലേക്കും അഡ്രസ് ബസ്സിലേക്കും കൺട്രോൾ ബസ്സിലേക്കും ഒക്കെ ഇത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മദർ ബോർഡിലെ ഈ ഒരു കണക്ഷൻസ്, അതായത് കമ്മ്യൂണിക്കേഷൻ ചാനൽസ് എന്ന് പറയുന്ന ഡേറ്റാ ബസ്സും അഡ്രസ് ബസ്സും ഒക്കെ കാണുന്ന ഈ ഒരു കോപ്പർ ട്രാക്സ് ആണ്. കമ്പോണൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കോപ്പർ ട്രാക്കുകളാണിതെന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഈ ഒരു ചെറിയ ചാനൽസ്, ഇതൊക്കെയാണ് ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും സർക്യൂട്ടുകൾ തമ്മിൽ ഡേറ്റ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കോപ്പർ ചാനൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കണക്ഷൻ നമ്മളുടെ പ്രോസസ്സറിൻ്റെ എക്സ്പാൻഷൻ സ്ലോട്ടുകളിലേക്ക് ഫിക്സ് ചെയ്യുമ്പം ഏത് ബോർഡാണോ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്
ആ ബോർഡിന് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഈ ഒരു മദർ ബോർഡിലെ ഡേറ്റ പാസ് ചെയ്യുന്ന ഈ ഒരു മെക്കാനിസം, ഡേറ്റ എത്രത്തോളം പാസ് ചെയ്യുന്നു എന്നുള്ളതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ഒരു മാനുഫാക്ചറിന് കൺട്രോൾ ചെയ്യാം, എയ്തർ ബൈ ഇൻക്രീസിങ് ദ ബസ് വിഡ്ത്ത് ഓർ ദ ബാൻഡ് വിഡ്ത്ത്. ബസ് വിഡ്ത്തോ ബാൻഡ് വിഡ്ത്തോ, ബസ്സിൻ്റെ ബാൻഡ് വിഡ്ത്തോ കൂട്ടി ഡേറ്റ പാസ് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് കൂട്ടാം. ബസ് വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡേറ്റ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എമൗണ്ട് ഓഫ് കോപ്പർ ട്രാക്കുകളുടെ എണ്ണം കൂട്ടാം, അല്ല എന്നുണ്ടെങ്കിൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം പാസ് ചെയ്യുന്ന ഡേറ്റയുടെ നമ്പർ ഓഫ് ബിറ്റ്സ് കൂട്ടുകയും ചെയ്യാം. അതാണ് എക്സ്പാൻഷൻ സ്ലോട്ടിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്ത നമ്മുടെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് പ്രോസസ്സറാണ്, CPU ആണ്. നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലെ എല്ലാ ഫങ്ഷൻസും കോർഡിനേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് CPU എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ്. അത് ഈ ഒരു മദർ ബോർഡിൽ ഈ ഒരു പൊസിഷനിലാണ് ഇവിടെ പ്രോസസ്സർ വന്നിരിക്കുന്നത്. പ്രോസസ്സർ നമ്മളൊരു സോക്കറ്റിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രോസസ്സറിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ പ്രോസസ്സറിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം ഇത് ഈ ഒരു പൊസിഷനിലാണ്, ഈ ഒരു ഫിഗറിലെ i7 പ്രോസസ്സറാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സോക്കറ്റിൽ ഫിക്സ് ചെയ്ത് വെച്ച് ഈ ഒരു പിൻ ഇട്ട് ക്ലോസ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് പ്രോസസ്സർ എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ഇനി നമുക്ക് ഉള്ളത് കോ പ്രോസസ്സർ എന്ന് പറയുന്ന മൂന്നാമതായിട്ട് നമ്മൾ കണ്ട കമ്പോണൻ്റാണ് കോ പ്രോസസ്സർ. കോ പ്രോസസ്സർ ഈസ് എ പ്രോസസ്സർ ഇറ്റ് സെൽഫ്. പ്രോസസ്സർ തന്നെയാണ് കോ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു ഫാസ്റ്റൻ ദ പ്രോസസ്സർ. പ്രോസസ്സറിനെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിളാണ് മാത്ത് പ്രോസസ്സർ, ഗ്രാഫിക്സ് പ്രോസസ്സേഴ്സൊക്കെ. കൂടുതൽ കോൺഫിഗറേഷനുള്ള സിസ്റ്റത്തിൽ ഗ്രാഫിക്സൊക്കെ ഒരുപാട് യൂട്ടിലൈസ് ചെയ്യേണ്ട സിസ്റ്റത്തിലൊക്കെ ഈ ഒരു മെയിൻ പ്രോസസ്സർ കൂടാതെ മറ്റ് ഗ്രാഫിക്സ് കാർഡുകളിലൊക്കെ ഒരു ഗ്രാഫിക്സ് പ്രോസസ്സർ കാണും. അത് ഗ്രാഫിക്സ് ഫങ്ഷൻസ് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ പ്രോസസ്സർ യൂസ് ചെയ്യുന്നത്. മാത്ത് പ്രോസസ്സർ ആണെങ്കിൽ പ്രോസസ്സറിനെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മാത്ത് പ്രോസസ്സർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറൻ്റ്ലി സിസ്റ്റത്തിലൊന്നും സെപ്പറേറ്റ് പ്രോസസ്സേഴ്സ് ആയിട്ട് മാത്ത് പ്രോസസ്സേഴ്സ് ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അത് ഈ പ്രോസസ്സറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കോറ് മാത്ത് പ്രോസസ്സറിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ പ്രോസസ്സറെല്ലാം മൾട്ടി കോറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കോ പ്രോസസ്സർ വിത്തിൻ ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഓൾമോസ്റ്റ് സാധാരണ സിസ്റ്റങ്ങളിലൊക്കെ വരുന്നത്. ഇനി അടുത്ത നമ്മളുടെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ മെമ്മറിയാണ്. മെമ്മറി രണ്ട് തരത്തിലുണ്ട്, റാമും ഉണ്ട് റോമും ഉണ്ട്. റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഒൺലി മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി നമ്മൾ കണ്ടായിരുന്നു. റാൻഡം ആക്സസ് മെമ്മറി അല്ലെങ്കിൽ റാം നമ്മളൊരു സെപ്പറേറ്റ് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, ഒരു ചെറിയ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിൽ കുറേ ചിപ്പുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ബോർഡ് എക്സ്പാൻഷൻ സ്ലോട്ട് വഴി, മെമ്മറി സ്ലോട്ട് വഴി ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു മദർ ബോർഡിൻ്റെ ഉള്ളിൽ നമ്മളുടെ മെമ്മറി എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു സ്ലോട്ടുകളുടെ ഉള്ളിൽ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പോർഷനിലാണ് നമ്മളുടെ മെമ്മറി വരുന്നത്. അപ്പം ഈ ഒരു എക്സ്പാൻഷൻ സ്ലോട്ട്, ഈ ഒരു ബ്ലൂ നിറത്തിൽ കാണുന്ന എക്സ്പാൻഷൻ സ്ലോട്ടിൻ്റെ ഉള്ളിലാണ് നമ്മൾ മെമ്മറിയുടെ ബോർഡ്, ഇത് മെമ്മറി ബോർഡാണ്, ഈ ഒരു ബോർഡ് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൽ ഈ ഒരു എക്സ്പാൻഷൻ സ്ലോട്ട് നമ്മളുടെ സിസ്റ്റത്തിൽ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ മെമ്മറി നമ്മളുടെ എക്സ്പാൻഡ് ചെയ്യാമെന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ റാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു വോളറ്റൈൽ മെമ്മറിയാണ്. വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിൻ്റെ പവർ ഓഫ് ചെയ്യുമ്പം അത് എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് ലോസ്റ്റ് ആകും. അപ്പം റാമിലാണ് നമ്മൾ എന്ത് പ്രോഗ്രാംസ് റൺ ചെയ്താലും ഫസ്റ്റ് ഹാർഡ് ഡിസ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പാട്ട് കേൾക്കുകയാണെങ്കിൽ നമ്മൾ പാട്ട് പ്ലേ ചെയ്യുമ്പം ഹാർഡ് ഡിസ്കിൽ കിടക്കുന്ന പാട്ട് മെമ്മറിയിലേക്ക്, റാമിലേക്ക് ലോഡായി അവിടെ നിന്നാണ് അതിൻ്റെ ഫങ്ഷനിങ് നടക്കുന്നത്. ഇടയ്ക്ക് വെച്ച് പവർ ഓഫായി പോയി കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പാട്ട് കേൾക്കാനായിട്ട് വരത്തില്ല. കാരണം മെമ്മറിയിൽ നിന്ന് അത് പോയിട്ടുണ്ടാകും. വീണ്ടും നമ്മൾ ഹാർഡ് ഡിസ്കിൽ പോയി പാട്ട് എടുത്തുകൊണ്ട് വന്ന് പാട്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതാണ് റാം എന്ന് പറയുന്നത്, റാമിൻ്റെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്. റാമിനെ നമ്മൾ റീഡ് ഓർ റൈറ്റ് മെമ്മറി എന്നും പറയാറുണ്ട്. അടുത്തത് റോമാണ്. റോമിൻ്റെ മെയിൻ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത്, റോമിൽ മാനുഫാക്ചർ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ,
ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ബയോസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് പവർ പോയി കഴിഞ്ഞാലും അതിനുള്ളിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റയ്ക്ക് പ്രത്യേകിച്ചൊരു നഷ്ടവും സംഭവിക്കില്ല. പെർമനൻറ്റ് സ്റ്റോറേജ് ആണ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ബയോസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. റാം അല്ല, റോം എന്ന് പറയുന്നത്. റീഡ് ഒൺലി മെമ്മറി എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇനി ബയോസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുവാണെങ്കിൽ ബയോസ് ഈസ് എ സോഫ്റ്റ്വെയർ. ഇറ്റ് ഈസ് എ പ്രോഗ്രാം വിച്ച് ഹെൽപ്സ് കമ്പ്യൂട്ടർ ഫോർ ഇറ്റ്സ് ബൂട്ടിംഗ് പർപ്പസ്. അല്ലേ, ബൂട്ടിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ബയോസിനെ പറ്റി പറയുമ്പം 3 മെയിൻ പ്രോഗ്രാംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ബയോസിൽ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്, അതുപോലെ തന്നെ ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്, പിന്നെ ഇനീഷ്യൽ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു മെയിൻ പ്രോഗ്രാമും ഉണ്ട്. നമ്മൾ ഇനീഷ്യലി നമ്മളുടെ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത്, അതിന് പവർ കിട്ടുന്ന സമയത്ത് അതിൻ്റെ കൺട്രോള് റോമിലെ ബയോസിലേക്കാണ് പോകുന്നത്. ബയോസിൽ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റിലേക്ക്, പോസ്റ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലോട്ടാണ് അതിൻ്റെ കൺട്രോൾ ഓട്ടോമാറ്റിക്കലി പോകുന്നത്. പോസ്റ്റിൻ്റെ ഫുൾ ഫോം പവർ ഓൺ സെൽഫ് ടെസ്റ്റ് എന്നാണ്. അപ്പോൾ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് മദർ ബോർഡിലുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ കമ്പോണൻസും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യും എന്നുള്ളതാണ് പോസ്റ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ. ഇൻ കേസ് ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്, അതായത് ഹാർഡ് ഡിസ്കിൽ കിടക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെമ്മറിയിലേക്ക് ലോഡ് ആവത്തില്ല. നമുക്ക് എറർ മെസ്സേജ് ആയിരിക്കും കാണിക്കുന്നത്. അതായത് എന്തെങ്കിലും എറേഴ്സ് ആയിരിക്കും ഇത് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇൻ കേസ് ഈ പോസ്റ്റ്, അതായത് സിസ്റ്റത്തിലെ കമ്പോണൻസ് എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ പോസ്റ്റ് അതിൻ്റെ കൺട്രോള് കൊടുക്കുന്നത് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്കാണ്. ബൂട്ട് സ്ട്രാപ്പിലോട്ടാണ് അതിൻ്റെ കൺട്രോള് കൊടുക്കുന്നത്. ബൂട്ട് സ്ട്രാപ്പാണ് ഹാർഡ് ഡിസ്കിൽ കിടക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബൂട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് പെർഫോം ചെയ്യുന്നത് ബൂട്ട് സ്ട്രാപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഇനി നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻ കേസ് സെറ്റപ്പ് ബയോസിൻ്റെ സെറ്റപ്പിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഡിലീറ്റ് കീ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യാറുണ്ടല്ലേ. അപ്പം പോസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആയിരിക്കും ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ് അന്നേരം കൺട്രോള് നമ്മൾ അങ്ങനെ ഒരു കീ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോസ്റ്റ് കൺട്രോൾ ഒരു സെറ്റപ്പ് പ്രോഗ്രാമിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ സെറ്റപ്പ് പ്രോഗ്രാമാണ് നമുക്ക് വേണ്ട ഓപ്ഷൻസൊക്കെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇത്രയാണ് നമ്മൾ റോമിനെ പറ്റി അറിഞ്ഞു വെക്കേണ്ടത്. റോം എന്ന് പറയുന്നത് ചെറിയൊരു ചിപ്പായിട്ട് ഇതിൽ ഉണ്ട്. ഒന്നോ അതിൽ കൂടുതൽ ചിപ്പുകളോ വരാം റോമിൽ കേട്ടോ. അപ്പം ഈ ചിപ്പും 1-2 ചിപ്പുകളും ഒക്കെ ആയിട്ടാണ് റോം വരുന്നത്. ഇനി റോമിനെ കമ്പോണൻസ് ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് CMOS ബാറ്ററിയാണ്. CMOS ആണ്, കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്നാണ് CMOSൻ്റെ ഫുൾ ഫോം. CMOS ആണ് ഈ ബയോസിനെ വെദർ കമ്പോണൻസ് ആർ വർക്കിംഗ് കറക്റ്റ്ലി ഓർ നോട്ട് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ CMOS ഇതിൽ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രോസസ്സറിൻ്റെ അടുത്ത് കിടക്കുന്ന ഈ ഒരു പോർഷൻ, ഈ ഒരു റൗണ്ട് ഇതിൽ കിടക്കുന്ന പോർഷനാണ് നമ്മളുടെ CMOS എന്ന് പറയുന്നത്. CMOS ഇതാണ് CMOS. CMOSൽ നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഡേറ്റ്, ടൈം നമ്മൾ വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ്, ടൈം, അതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷനും കാര്യങ്ങളും ഒക്കെ സ്റ്റോർ ചെയ്ത് കിടപ്പുണ്ടായിരിക്കും. ഇതിനെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫുൾ ടൈം പവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി ഉണ്ട്, CMOS ബാറ്ററി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ ആ ഒരു നമ്മളിപ്പോൾ ഡേറ്റും ടൈമും ആണെങ്കിൽ നമ്മൾ ഓരോ ദിവസം സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് വരാൻ കാരണം ഇതിൻ്റെ ആ ഒരു ബാറ്ററി ഫുൾ ടൈം ഇതിനെ പവർ ചെയ്ത് ഇരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ CMOSലെ സെറ്റിങ്സും കറക്റ്റ് ഒറിജിനൽ സിസ്റ്റത്തിൻ്റെ സെറ്റിങ്സും കൂടെ മാച്ച് ചെയ്തിട്ടാണ്
പോസ്റ്റ് വെദർ എവറി ഡിവൈസസ് ആർ വർക്കിംഗ് കറക്റ്റ്ലി ഓർ നോട്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രോസസ്സറിൻ്റെ ഉള്ളിലെ 2 ഇമ്പോർട്ടൻറ്റ് ചിപ്പുകളാണ്. ഒന്ന് നോർത്ത് ബ്രിഡ്ജ് ചിപ്പും 2 സൗത്ത് ബ്രിഡ്ജ് ചിപ്പും. രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ പറയുന്ന പേരാണ് ചിപ്സെറ്റ് എന്ന് പറയുന്നത്. നോർത്ത് ബ്രിഡ്ജ് ചിപ്പിൻ്റെ പ്രത്യേകത, നോർത്ത് ബ്രിഡ്ജ് ചിപ്പ് പ്രോസസ്സറിനെ ഹൈ സ്പീഡ് ഡിവൈസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സിൻക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർത്ത് ബ്രിഡ്ജ് ചിപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് മെമ്മറി, അതുപോലെ തന്നെ ഗ്രാഫിക് കൺട്രോളർ, BCA എക്സ്പ്രസ് ബസ്, അങ്ങനെയുള്ള ഡിവൈസസും ഈ ഒരു നോർത്ത് ബ്രിഡ്ജ് ചിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കും. ഈ ഒരു നോർത്ത് ബ്രിഡ്ജ് ചിപ്പാണ് ഈ ഡിവൈസസിനെ പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വളരെ ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ നോർത്ത് ബ്രിഡ്ജ് ചിപ്പ് കണക്ട്സ് ഹൈ സ്പീഡ് ഡിവൈസസ് വിത്ത് പ്രോസസ്സർ. അപ്പോൾ നോർത്ത് ബ്രിഡ്ജ് ചിപ്പ് നമ്മളുടെ ഇതിൻ്റെ ഉള്ളിൽ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് നോർത്ത് ബ്രിഡ്ജ് ചിപ്പ് കേട്ടോ. നമ്മൾ ഒരു പ്രോസസ്സർ ഐഡൻറ്റിഫൈ ചെയ്യുമ്പം അതിൽ ആദ്യം വരുന്നത് മെയിൻ ചിപ്പ് എന്ന് പറയുന്ന പ്രോസസ്സറാണ്. പ്രോസസ്സർ കഴിഞ്ഞ് ഓൾമോസ്റ്റ് വലുതായിട്ടുള്ളൊരു ചിപ്പായിരിക്കും നോർത്ത് ബ്രിഡ്ജ് ചിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നോർത്ത് ബ്രിഡ്ജ് ഈ ഒരു ഫിഗറിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അത് മെമ്മറിയുടെ അടുത്തായിട്ടായിരിക്കും. മെമ്മറിനെയും ബാക്കിയുള്ള ഹൈ സ്പീഡ് ഡിവൈസസിനെയും പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോർത്ത് ബ്രിഡ്ജ് ചിപ്പ് യൂസ് ചെയ്യുന്നത്. സൗത്ത് ബ്രിഡ്ജ് ചിപ്പ് എന്ന് പറഞ്ഞാൽ അത് വളരെ സ്ലോ സ്പീഡ് ഡിവൈസസിനെയും പ്രോസസ്സറിനെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സൗത്ത് ബ്രിഡ്ജ് ചിപ്പ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുമ്പോൾ വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ അവരുടെ ടൈമിംഗ് കറക്റ്റ് ചെയ്ത് അത് പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൗത്ത് ബ്രിഡ്ജ് ചിപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൗത്ത് ബ്രിഡ്ജ് ചിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സൗത്ത് ബ്രിഡ്ജ് ചിപ്പ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പം ഈ ഒരു ചിപ്പാണ് നമ്മളുടെ സൗത്ത് ബ്രിഡ്ജ് ചിപ്പ് എന്ന് പറയുന്നത്. ഇതാണ് സൗത്ത് ബ്രിഡ്ജ് ചിപ്പ് എന്ന് പറയുന്നത്. ഇനി നോർത്ത് ബ്രിഡ്ജും സൗത്ത് ബ്രിഡ്ജും കമ്പൈൻഡ് ആയിട്ട് നമ്മൾ പറയുന്ന പേരാണ് ചിപ്സെറ്റ് എന്ന്. ചിപ്സെറ്റ് വഴിയാണ് പ്രോസസ്സർ ബാക്കിയുള്ള എല്ലാ കമ്പോണൻസുമായിട്ടും കണക്ഷൻ പോസിബിൾ ആക്കുന്നത്. അപ്പോൾ ചിപ്സെറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള കണക്ഷൻ ലോസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ സൂപ്പർ IO ചിപ്പ്. ഇതാണ് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ ഉള്ള സൂപ്പർ IO ചിപ്പ് എന്ന് പറയുന്നത്. സൂപ്പർ IO ചിപ്പും സ്ലോ ഡിവൈസസും പ്രോസസ്സറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കീബോർഡ്, മൗസ്, പിന്നെ പാരലൽ പോർട്ട് കൺട്രോളർ, സീരിയൽ പോർട്ട് കൺട്രോളർ, ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക് കൺട്രോളറൊക്കെ ഇതുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ആ ഒരു കൺട്രോളേഴ്സൊന്നും കറൻ്റ്ലി നമ്മളതൊന്നും യൂസ് ചെയ്യുന്നില്ല. കീബോർഡും മൗസും ആ ഡിവൈസസാണ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ ഒരു ചിപ്പ് പിന്നീട് സൗത്ത് ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്ത് സൗത്ത് ബ്രിഡ്ജാണ് പ്രോസസ്സറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് ഒരു മദർ ബോർഡിൻ്റെ ഉള്ളിലെ. ഓക്കെ, താങ്ക് യു.